ജലജീവൻ പദ്ധതിക്കായി പൊളിച്ച കോവുമ്മൽ കടവ് റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ വാർഡ് മെമ്പറുടെ പ്രതിഷേധം. പുന്നൂർ പഞ്ചായത്ത് ഭരണസമിതി അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതായും വാർഡ് മെമ്പർ സി അഷ്റഫ് കുറ്റപ്പെടുത്തി. അകലാട് ബദർപ്പള്ളി കോവുമ്മൽ കടവ് റോഡാണ് ജൽജീവൻ പദ്ധതിക്കായി പൊളിച്ച് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നത്. പൂർവ്വസ്ഥിതിയിലാക്കാം എന്ന കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വാട്ടർ അതോറിറ്റി റോഡ് പൊളിച്ചത്. റോഡിന്റെ നടുവിലൂടെ JCB ഉപയോഗിച്ച് ചാലുകീറിയാണ് ഗ്രൗണ്ട് വാട്ടർ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ആഴ്ചകൾക്ക് മുമ്പ് വാട്ടർ അതോറിറ്റിയുടെ വർക്കുകൾ പൂർത്തീകരിച്ച് ചാല് മൂടിയെങ്കിലും റോഡിൽ കുന്നുകൂടി കിടക്കുന്ന മണ്ണും കരിങ്കല്ലും നീക്കം ചെയ്തിട്ടില്ല. ഇതുമൂലം നിരവധി കുടുംബങ്ങളാണ് യാത്രാക്ലേശം അനുഭവിക്കുന്നത്. ഈ കുടുംബങ്ങളിലെ വയോധികരും രോഗികളുമായവർ ആശുപത്രിയിലും മറ്റുമായി പോകുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. കാൽനടയാത്ര പോലും ദുസ്സഹമാവുകയാണ്. വിഷയം ബന്ധപ്പെട്ടവരെ ധരിപ്പിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതിനെ തുടർന്നാണ് വാർഡ് മെമ്പർ സി അഷ്റഫിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയോട് വിവരം അറിയിച്ചത്. എന്നാൽ വാട്ടർ അതോറിറ്റിയെ വിവരം ധരിപ്പിച്ചിട്ടുണ്ട് എന്ന മറുപടി നൽകി ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറുകയാണെന്ന് പറയുന്നു. 2023-24 പദ്ധതിയിൽ 6 ലക്ഷം രൂപ കോവുമ്മൽ കടവ് റോഡിന്റെ റീടാറിങ്ങിനായി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് റോഡ് നവീകരണം നടത്തണമെന്ന നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് വാർഡ് മെമ്പർ സി അഷ്റഫ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. ഇനിയും നവീകരണത്തിനായി അധികൃതർ തയ്യാറായില്ലെങ്കിൽ കൂടുതൽ ജനപങ്കാളിത്തത്തോടെ ബഹുജന സമരം സംഘടിപ്പിക്കുമെന്ന് വാർഡ് മെമ്പർ സി അഷ്റഫ് പറഞ്ഞു. നാളിതുവരായി ഒരു വർക്ക് കഴിഞ്ഞു. ഇതുവരായി തന്നെ ഈ റോഡിലെ ഇപ്പോൾ JCB മാന്തിയ മണ്ണ് നീക്കിയിട്ടില്ല. പലതവണ ബന്ധപ്പെട്ട അധികാരികളെ പഞ്ചായത്തിൽ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും അറിയിച്ചിട്ട് പോലും നാളിതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. പ്രസിഡന്റ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് വാട്ടർ അതോറിറ്റി എയുമായി സംസാരിച്ചിട്ടുണ്ട്. 2023-24 വർഷത്തെ പദ്ധതിയിൽ 6 ചില ലക്ഷം രൂപ ഇതിന് റീടാറിങ്ങിന് വെച്ച് ആ വർക്ക് പോലും നടക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ വർക്ക് നടന്നില്ലെങ്കിൽ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കും എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. CCTV ന്യൂസ് പുന്നൂർകുളം.